രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തൻ്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744 06785. അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വേടൻ മാത്രമായിരുന്ന വാൽമീകി ആ മരം ഈ മരം എന്നു പറഞ്ഞ് അലഞ്ഞു നടന്നപ്പോൾ ആ വാക്കുകൾ ലോപിച്ച് രാമരാമ എന്ന ജപമാവുകയും അത് അദ്ദേഹത്തിന്റെ സകല പാപങ്ങൾക്കും പരിഹാരമാവുകയും ചെയ്തു. രാമരാമ എന്ന മന്ത്രാക്ഷരിയിൽ നിന്നാണ് രാമകഥ ജനിക്കുന്നത്. രാമകഥ വിവരിക്കുന്ന രാമായണത്തിലെ ഓരോ ഖണ്ഡത്തിനും അതിൻ്റെതായ അർത്ഥസമ്പുഷ്ടിയും വ്യാപ്തിയും ഗുണങ്ങളുമുണ്ട്. ഭക്തിയോടുള്ള രാമായണ പാരായണം നമ്മെ വിഷ്ണുപാദത്തിൽ എത്തിക്കും. ഇന്ന് നമുക്കായി രാമായണ കഥ കാവ്യരൂപത്തിൽ പാരായണം ചെയ്യുന്നത് പന്നിമറ്റം സ്വദേശിനി കൊല്ലിയിൽ സോമവല്ലി ഭാസ്കരനാണ്. പാരായണ ഭാഗം നമുക്കായി വ്യാഖ്യാനിക്കുന്നത് സ്വാമി അയ്യപ്പദാസും. ഇന്ന് കർക്കിടകം 12, ശനിയാഴ്ച. ഇന്ന് നമുക്ക് പാരായണം ചെയ്യാനുള്ള ഭാഗങ്ങൾ: ഖരവധം, ശൂർപ്പണഖ വിലാപം, രാവണ മാരീച സംവാദം, മാരീച നിഗ്രഹം, സീതാപഹരണം. ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് ഉൾക്കൊള്ളുന്നത്. കാമമോഹിതയായി രാമലക്ഷ്മണന്മാരുടെ മുൻപിലെത്തിയ ശൂർപ്പണഖയുടെ നാസികാകുജങ്ങൾ ഛേദിച്ച് കരഞ്ഞു വിളിച്ചവൾ ഓടിയെത്തുന്നത് അതിക്രൂരനായ ഖരൻ്റെ മുമ്പിലാണ്. തൻ്റെ മുമ്പിൽ വന്നു നിന്ന് വിരൂപയായ സ്ത്രീ തൻ്റെ സഹോദരി ശൂർപ്പണഖയാണെന്ന് അറിഞ്ഞപ്പോൾ ഖരൻ കോപം കൊണ്ട് ജ്വലിച്ചു. നിന്നെ ഈ നിലയിലാക്കിയവരുടെ രക്തവും മാംസവും നിനക്ക് അവരെ വധിച്ച് ഞാൻ നൽകും എന്ന് പറഞ്ഞു. ശൂർപ്പണഖ പറഞ്ഞു, എങ്കിൽ മാത്രമേ എനിക്ക് തൃപ്തിയാവൂ. ഖരൻ രാമലക്ഷ്മണന്മാരെ, സീതയെ വധിക്കുന്നതിനു വേണ്ടി തൻ്റെ 14 ഏറ്റവും ശക്തരായ 14 പേരെ രാമലക്ഷ്മണന്മാരുടെ സമീപത്തേക്ക് അയച്ചു. ക്ഷണനേരം കൊണ്ട് അവർ 14 പേരെയും കാലപുരിക്ക് അയച്ചു. വീണ്ടും കരഞ്ഞു വിളിച്ചു വരുന്ന ശൂർപ്പണഖ പറഞ്ഞു, സാധാരണ നിലയിലൊന്നും അവരോട് എതിർത്ത് ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഖരൻ ഉടൻ തന്നെ തൻ്റെ കൈവശമുണ്ടായിരുന്ന 14,000-ത്തിലേറെ വരുന്ന സൈന്യവും ഉൾപ്പെടെ രാമനെ എതിർക്കാൻ വേണ്ടി തയ്യാറായി. ഘോരമായ യുദ്ധം നടന്നു. യുദ്ധാവസാനം ഖരനെയും 14,000 ഭടന്മാരെയും വധിച്ചു. ഖരൻ്റെ അനുജൻ ദൂഷണനും ത്രിശിരസ്സും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവർ മുഴുവൻ രാമബാണങ്ങളാൽ ഏറ്റാണ് മരിച്ചത്. മുഴുവൻ പേരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടെങ്കിലും അവരെല്ലാവരും ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരായി. ഓരോ സമയത്ത് ശാപം കിട്ടി ആസുരപ്രകൃതികളായി മാറിയവരാണ് ഈ 14,000-വും. അവർക്കെല്ലാം മോക്ഷം ലഭിച്ചു.
ശൂർപ്പണഖ അവിടെ നിന്നും നേരെ രാവണൻ്റെ മുൻപിലേക്കാണ് എത്തുന്നത്. രാവണൻ്റെ മുൻപിലെത്തിയ ശൂർപ്പണഖ ഖരദൂഷണ തൃശിരാക്കളും 14,000 ഭടന്മാരും കൊല്ലപ്പെട്ട വിവരം രാവണനിൽ നേരിയ പരിഭ്രാന്തി ഉളവാക്കി. രഘുകുലരാമൻ തന്നെ വധിക്കാനായി പിറവി അഥവാ അവതാരം എടുത്തിട്ടുള്ളതാണെങ്കിൽ വൈകുണ്ഠരാജ്യത്ത് ചെന്നെത്താനാകുമെന്നും ശാപമോക്ഷം തനിക്ക് ലഭിക്കുമെന്നും അതുകൊണ്ട് തന്നെ രാമനെ എതിർക്കാൻ തന്നെ രാവണൻ തീരുമാനിച്ചു. പഞ്ചവടിയിൽ രാമാശ്രമത്തിൽ രാമൻ മുമ്പാകെ സീതയെ പ്രലോഭിപ്പിക്കാൻ മാരീചനെ സാമദാന ഭേദങ്ങളിലൂടെ രാവണൻ വശത്താക്കി. മനോഹരമായ ഒരു സ്വർണ്ണമാനിൻ്റെ രൂപത്തിൽ മാൻകുട്ടിയായി എത്തിയ മാരീചൻ സീതയെ പ്രലോഭിപ്പിക്കുകയും സീതയുടെ ആഗ്രഹപ്രകാരം മാനിനെ ബന്ധിക്കാൻ തയ്യാറായിക്കൊണ്ട് രാമൻ മുന്നോട്ട് പോവുകയും ചെയ്തു. യാതൊരു തരത്തിലും പിടി ലഭിക്കാതിരുന്നപ്പോൾ ദേഷ്യം വന്ന രാമൻ മാരീചനെ അസ്ത്രം അയച്ചു വധിച്ചു. അസ്ത്രമേറ്റ ആ മാൻകുട്ടി അതിഭീകരമായ ശരീരശേഷിയോടുകൂടിയ ഒരു രാക്ഷസനായി മാറുമ്പോൾ രാമൻ അത്ഭുതമൊന്നും തോന്നിയില്ല. അവിടെ നിന്നും ഒരു ദീനരോധനമാണ് ഉണ്ടായത്. ഹേ അനുജ ലക്ഷ്മണ, ഓടിവരൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന ഒരവസ്ഥ. ലക്ഷ്മണനോട് ഏറ്റവും വേഗം അവിടെ എത്താനായിട്ട് സീത നിർദ്ദേശിക്കുന്നു. പക്ഷേ ലക്ഷ്മണൻ പോകാൻ തയ്യാറാവുന്നില്ല. അവിടെ ഏറ്റവും കുൽസിതമായ രീതിയിൽ അനുജനെ സീത വഴക്കു പറയുകയാണ്. അത് കേട്ട ആ വാക്ശരങ്ങളേറ്റ് അങ്ങേയറ്റം മനം നൊന്ത ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് ജ്യേഷ്ഠൻ്റെ സമീപത്തേക്ക് പോയി. ലക്ഷ്മണനും പോയി എന്നറിഞ്ഞ ഉടൻ അവിടെ ഒരു ഭിക്ഷു എത്തി. ആ ഭിക്ഷുവിനെ ശുശ്രൂഷിക്കാൻ വില്ലുകൊണ്ട് ലക്ഷ്മണൻ വരച്ച, അതാണ് ലക്ഷ്മണരേഖ, ലക്ഷ്മണൻ വരച്ച വൃത്തത്തിൽ നിന്നും പുറത്തിറങ്ങിയ സീതയെ ഘോരാകാരം പൂണ്ട രാവണൻ പുഷ്പക വിമാനത്തിലേറ്റി ശ്രീലങ്കയ്ക്ക് കൊണ്ടുപോയി. തന്നെ തടയാൻ തയ്യാറായി വന്ന തൻ്റെ യാത്രയ്ക്ക് തടസ്സം നേരിട്ട് ഇടിവിച്ച ജടായുവിൻ്റെ ചിറകുകളും ചന്ദ്രഹാസത്താൽ രാവണൻ മുറിച്ചു തള്ളി. രാമനെ കണ്ട് വിവരങ്ങൾ അറിയിച്ചതിന് ശേഷം മാത്രമേ നിനക്ക് മരണം സംഭവിക്കുകയുള്ളൂ എന്ന ഒരനുഗ്രഹം സീത പോകുന്ന വഴിക്ക് ജടായുവിന് നൽകി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാക്ഷസപ്രവരനായിടിനഹരൻ മുന്നിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുൻപിൽ പതനം ചെയ്തു നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശൂകരൻ.
മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ച തത്ര ചൊല്ലാരെന്നോടെത്രയും വിരയെ നീ വീർത്തു വീർത്തേറ്റം വീറച്ചലറി സഗദ്ഗത ആർത്തി പൂണ്ടാർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നുള്ളവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാമവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കേലിച്ച വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും എന്നിവ കേട്ടു കരൻ കോപത്തോടുര ചെയ്താൻ ദുർനയമേറെയുള്ള മാനുഷാതമന്മാരെ കൊന്നുമൽ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നിതിനാശു 14 പേർ പോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടി കൊടുത്തിടെന്നാൽ ആകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ ഖരനേറ്റ മുന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമദ്ഗുരമസുലാസി ചാപേഷു ഭിണ്ടി പാലാതി പലവിധമായുധങ്ങളുമായി വൃത്തന്മാരാത്തു വിളിച്ചുത്തതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രൗഖം പ്രയോഗിച്ചാർ ചുറ്റും നിന്നിരിക്കലേ മിത്രഗോത്രോത്ഭുതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഖം വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രചർത്തി ജനത്തെയും വധിച്ചാനോരോന്നിനാൽ ശൂർപ്പണഖയും അതു കേട്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുന്നിൽ വന്നലറിനാൾ എങ്ങു പോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊൽനീ അങ്ങു ചെന്നേറ്റ നേരം രാക്ഷസ സായങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാത്തെ കോട്ടവർ എന്നു ശൂർപ്പണഖയും ചൊല്ലിനാളത് കേട്ടു വന്ന കോപത്താൽ കരൻ ചൊല്ലിനാനതു നേരം പോരുക നിശാചരർ 14,000 പോരിനു ദൂഷണനു മനുജൻ ത്രിശിരസും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിന്നുടറ്റോടെ രാക്ഷസപ്പഴയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാറെന്തൊരു ഘോഷമിതു നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീയൊരു കാര്യം വേണം മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടലാം മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെ ആണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമുഖം പുക്കാൻ ചാപബാണങ്ങളെയും എടുത്തു പരികരമാഭോഗമാനന്ദിച്ചു ആഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഖം പ്രയോഗിച്ചാർ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചിതുവേകാൽ പുഷ്കര നേത്രന്മേൽ തൽക്ഷണം അവയെല്ലാം എയ്തു കണ്ടിച്ചു രാമൻ രക്ഷോവീരരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശിതാഗ്രബാണങ്ങൾ തന്നാലഗ്രേ വന്നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതും തൂകിനാൻ ബാണഗണമവറ്റ രഘുവരൻ വേഗേന ശരങ്ങളാലൻ മണിപ്രായമാക്കി 4 ബാണങ്ങളെ തുരകം 4നെയും കാലവേശ്മിനി ചേർത്തു സാരഥിയോടുകൂടെ ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടു ഭാരായസ നിർമ്മിതമായ കൽപ്പേറും പരിഘവും ധരിച്ചു വന്നാനവൻ തൻ ബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൻ പരിഘത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവനുർവിയിൽ വീണു സമാവർത്തി വത്തനം പ്രവേശിച്ചിതു ദൂഷണനും ഭൂഷണൻ വീണ നേരം
വീരനാം ത്രിശിരസും രോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ. 3ഉം ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങൾ എയ്താൻ. 3ഉം എയ്തുടൻ മുറിച്ചിടിനാൻ ത്രിശിരസും. 100 ബാണങ്ങൾ എയ്താൻ അന്നേരം ദാശരഥി. 100ഉം ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ. അവയും മുറിച്ചവനയുധ ബാണമെയ്താൻ. അവനീപതി വീരൻ അവനും നുറുങ്ങിനാൻ. അർത്ഥചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3ഉം മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാഭ തേടിയിടും രഥം തമ്മിലമ്മാരു കരയേറി ഞാണൊലിയിട്ടു. വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം. രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശൂഖരൻ. ചട്ടയും നുറുക്കിനാൻ. ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താർ. ജയിപ്പൂതാകാരാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാൻ. തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യ വൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കും നേരം. ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയും. അപ്പോൾ ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷണാൽ. സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാനാശൂകരൻ. പിന്നെയും ഗതയുമായി അടുത്താനാശൂകരൻ. ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാൽ അതും രാമൻ ഏറിയ കോപത്തോടെ. പിന്നെ മറ്റൊരു തേരിൽ ഏറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേന തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തെയ്തൻ ഐന്ദ്രാസം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. നൈദ്രുതമസ്ത്രം പ്രയോഗിച്ചതു യാമ്യാസ്ത്രേന വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. മയച്ചതു ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹികമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ. ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണമാമൈഷികാസ്ത്രമെയ്തതു രഘുപതി. വൈഷ്ണവാസ്ത്രേന കളഞ്ഞാശു മുമ്പതു തന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പോരും പൊടിപ്പെടുത്തു കളഞ്ഞപ്പോൾ. യാതുതാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധേന രഘുവരനോടടുത്തിടും നേരം. ഐന്ദ്രദേവതമസ്ത്രമയച്ചോരളവു ചെന്ന ഐന്ദ്രാദി തലയറുത്തിടിനാൻ ജഗന്നാഥൻ. വീണിതുലങ്കാ നഗരോത്തരദ്വാരേ തല തൂണി പുക്കിതു വന്നു ബാണവും അതു നേരം. കണ്ടു രാക്ഷസന്മാരെല്ലാവരുമായൊരു തലയെന്നു കുണ്ടഭാവേന നിന്നു സംശയം തുടങ്ങിനാൻ. കരദൂഷണ ത്രിശിരാക്കളാം നിശാചരവരും 14,000 മതിച്ചിതും. നാഴിക 3.75 കൊണ്ടു രാഘവൻ തന്നാലൂണിയിൽ വീണാണല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരർ 14,000 ധരിച്ചോരല്ലോ ദിവ്യ വിഗ്രഹം. അതുപോലെ ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേവരും അതു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടുകൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ. സമസ്ത പാപാഹരം സേവകാഭിഷ്ടപ്രദം. സമസ്തേശ്വരാദയാ വാരിതേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതീ രമാപദേ. ത്വൽപാദാംബുജം നിത്യം ധ്യാനിച്ചു പുനിജനമുത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂല ഛേദന കുടാരമായി ഭവിക്ക ഭവാനിധി.
പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലമോർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതു നേരം. യാമിനി ചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവാൻ. ഞാനും ഭൂമൗ രാക്ഷസന്ദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവാനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി. ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണമാനന്ദ സ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മന പ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷീഭൂതനായ ക്രിയ പരമാത്മാ ജാഗ്രസ്വപ്നാഖ്യാദ്യ അവസ്ഥാഭേദങ്ങൾക്കുമീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം. ബാല്യകൗമാരാദികളാഗമാപായികളാം കാല്യാദിഭേദങ്ങൾക്കു സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവു പരബ്രഹ്മാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണം ഉപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗൽകാരണൻ ദാശരഥി രാഘവൻ 3.25 നാഴിക കൊണ്ടു കൊന്നാൽ വേഗേന 14 സഹസ്രം രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഘ നികൃത്തമാം ഭർതൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജമന്ദം മന്ദം. തൃക്കൈകൾ കൊണ്ട് തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പുണ്ണുമതിൽ വടുവും മാച്ചിടിനാൾ. രക്ഷോ വീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോളെന്നു ദേവദേവനുമരുൾ ചെയ്തരുളിയിടിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടേണം. യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചതു നീ വരികെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം. സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചെന്നാനമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനി കാലം വൈകാതെ ഒടുങ്ങിടും അമർത്യ വൈരികളെന്നുറച്ചു മുനിജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ പല രാശികൾ മായ തട്ടായ്വാൻ 3 പേരും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കെ ചേർത്തിടുവാനായി കൊടുത്തി വിട്ടിടിനാർ. ലക്ഷ്മണരവ 3 കൈക്കൊണ്ടാശു രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിയിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തംബുജ വിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരക്തവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടുവാൻ കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. ശൂർപ്പണഖാവിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൽ. സാക്ഷാലഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുന്നിൽ വീണുടൻ മുറയിട്ടാൽ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം ബന്ധമുണ്ടായതെന്തോ വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാനൊടുക്കുവൻ സത്യം ചൊല്ലുന്ന നേരം അവളു മുര ചെയ്താളെത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ ബാനസക്തൻ. സ്ത്രീജിതനതീഷടനെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നതുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നീടല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞിതും. പ്രഹരണാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോടു ചൊല്ലിയിടിനേൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്കു
നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു, യാതുദാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ ആനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമി തടംപുക്കാൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം. ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗതാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു. ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗ മാനുഷ നാരീമരിൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാധവും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ. കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ തൻ ജഗൽപതി എന്നു കൽപ്പിക്കാം. വികൽപ്പമിൽ അല്പവും അതിനിപ്പോൾ തൽപഗ്നിയാക്കിയിടുവാൻ തക്കവളവളെന്നും കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. മൽക്കുജ നാസാകർണ ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവന് നിയോഗത്താൽ വൃത്താന്തം ഖരനോട് ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാനികിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം 4:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശംഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. തൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു പൂർണ്ണം. തന്നെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നിതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രമോർത്തിളമിതമൊരു മർത്യനാൽ 3:45 നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചര പ്രവരൻ ഖരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും. പത്തികൾ 14,000 മുടിഞ്ഞു പോൽ വ്യക്തം മാനുഷനല്ല രാമനെന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേഷണൻ ഭക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രദൻ. ധാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ. എന്നെ കൊല്ലുവാനൊരുമ്പെട്ടു വന്നാൻ എങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടി കൂടത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞതാ രാക്ഷസപ്രവരരും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധ്യാരാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ. ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. രാവണ-മാരീച സംഭാഷണം. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ചയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര. മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ. രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും. ലൗകികാത്മനാഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടുത്ഥാനവും ചെയ്തു പൂണ്ടു
പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും, എന്തൊരാഗമനമിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യമേവം കേട്ടു രാവണൻ ചൊന്നാൻ, ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവരും ഇതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേന വന്നു വാഴുന്നിതവർ. ബലാലിനുടെ ഭഗിനി തൻ നാസിക കുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നുതാനേകനായിട്ട് എതിർത്തു. രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ. താൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ. ഹേമവർണം പൂണ്ടോരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും. ഭക്തിഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം. നിന്നോടവൻ നിന്നുടെ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ. രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രത്നരമണി രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ, ഞാനതിൽ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭോ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നത് ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവു മർത്തിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലേണം നടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ. ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാം. പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ മായ മാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാതാൻ അരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാൻ ആളാരടോ. നിന്നജ്ഞാനം ഞാൻ ഇങ്ങനെയോർത്തിയിലിട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല. നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം. ഉദ്ദിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറി കൊണ്ടിങ്ങു പോന്നിടുവാൻ. പിന്നെ നീ യഥാ സുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനീ മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ ഉണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചു. ഇതു മാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരാമല്ലോ.
രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജാ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു. വിചിത്രാകൃതി കലർന്നോരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. ഭക്തികന്ധരൻ തേരിയിലം മാറുകരേറിനാൻ. ചെന്താർബാണനും തേരിയിലേറിനാനതു നേരം. ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു അന്ധനായി ചമഞ്ഞിതും. മാരീജൻ മനോഹരമായൊരു പൊന്മാനായി. ചാരുപുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും. നീലക്കൽ കൊണ്ടു ചേർത്ത മുക്തഭാവത്തോളോരോ ലീലകൾ കാട്ടിക്കാട്ടിയിൽ ഉൾപ്പൂക്കു. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടി അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിചേഷ്ടിത മറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ. കാന്തേ കാന്തേ കേൾനീ, രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരൂ മന്ദികേ ജനകജേ. നീയൊരു കാര്യം വേണം, അതിന്നു മടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടേണം. അഗ്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ. രാവണവധം കഴിഞ്ഞു കൂടുവോളം ആശ്രയാശങ്കയാലൊരാണ്ടിരുന്നിടേണം. ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവി താനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി അഗ്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുമായയുമപ്പോൾ. മാരീച നിഗ്രഹം. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടരുൾ ചെയ്താൽ. ഭർത്താവേ കണ്ടിലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പിഴിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു. മിരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിന്നു. വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചു കൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ. മടിച്ചീരരുതേതും ഭർത്താവേ ജഗൽപതേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു. സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ. യാതു ദാനവന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്ത് മൂടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശു വിട്ടു രാഘവനൊരു ശരം. നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെ ഒരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീജൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനും പ്രാണവേദനയോടു കരഞ്ഞാൻ. അയ്യോ പാവം ഹാ ലക്ഷ്മണ മമ പ്രാതാവേ സോദരാം. മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൽ. സീതയും സൗമിത്രേ നീ ചൊല്ലുക മടിയാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോട് ചെന്നാൻ. ദുഃഖിക്കായി കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീജൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനെത്രയും ഏവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും അത് കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടുമല്ലോ. ഭക്തികന്ധരൻ തനിക്കതിനുള്ള ഉപായമിതെന്തറിയാതെ അരുൾ ചെയ്യുന്നിതത്രയെല്ലാം. ലോകവാസികൾക്കാർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിഞ്ഞേണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും
വിശ്വനായകൻ കോപിച്ചിടുകിലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിങ്കൽ നിന്നങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാദേ. ജാനകി അത് കേട്ടു കണ്ണുനീർ തൂകി തൂകി മനസ്സെ വളർന്നൊരു ഖേദകോപത്തോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്ര നീയുമുണ്ടായി നൂനം കൃത്യനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി. ദുഷ്ടാത്മാവേ ഞാനതോർത്തിയിലയല്ലോ രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസാധ്യാർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങു ചെല്ലുവൻ നൂനം. എന്നുമേ നിനക്കെന്നെ കണ്ടുകിട്ടുകയില്ലതാനുമിൽ നിന്നുമൽ പ്രാണത്യാഗം ചെയ്വേൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദരബുദ്ധ്യാധരിച്ചില രാഘവനേതും. രാമനെ ഒഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി അവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നിതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തു കൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ഡി. ഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ. മനുവംശാദീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്ധനായ അവതരിച്ചിടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടെ ശാങ്കണെ വന്നു നിന്നിതു ദശാസ്യനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായ സീതാദേവിയും വിനീതയായി നത്വാ സംഭൂജ ഭക്തിയാ ഫലമൂലാദികളും ദത്വാ സാഗതവാക്യ മുക്ത്വാ പിന്നെയും ചൊന്നാൽ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്നിടുകഥ പോനിധേ. ഭർത്താവ് വരുമിപ്പോൾ തൽപ്രിയമെല്ലാം ചെയ്യും ശുത്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമല വിലോചനെ കമനീയാങ്കി നീ ആരോമലെ ചൊല്ലിയിടുക നിൻ കമിതാവാരെന്നതും. നിഷ്ഠൂരജാതികളാം രാക്ഷസരാദികളായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീ ഒരു നാരീമണി തന്നെ വാഴുന്നതെന്താരായുധപാണികളും ഇല്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സുതയതു കേട്ടുര ചെയ്താൽ മേദിനി പതിവരനായ അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപജ്യേഷ്ഠനന്ദനായ രാമൻ അത്ഭുതവീര്യൻ. തന്നെ ധർമ്മപത്നി ജനകാത്മത ജ്ഞാനോ ധന്യനാം അനുജനും ലക്ഷ്മണൻ എന്നു നാമം. ഞങ്ങൾ മൂവരും വിതുരാജ്ഞയാതപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു. ദണ്ഡകവനം തന്നിൽ 14 കഴിവോളവും വേണം താനും അതിനു വാർത്തിയിടുന്നു. സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞിലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനേനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തെങ്കലെന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിർമൂലമതിന്നു നീ പോരേണം മായാസാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവലോക സുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ടാം. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ പൂജിച്ചാലും. രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം.
കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടുകൂടി വേഗത്തിൽ വരുമിപ്പോൾ നിതിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ, രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴ്വാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം. അന്നജ ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും ധേരതിലെടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ആഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ, ആഹാ മൽ പ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരം ഉത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാംശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും വൃദ്ധരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടെ ക്രുദ്ധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയും പത്രാനില ക്ഷുബ്ധമായി ചവയുന്നിതദ്രികളിളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു. കൃഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസ പ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്നാർത്തി പൂണ്ടുഴന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം. പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. ദക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ട ഒന്നോർത്തിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞു. ഉത്തമനായ നിന്റെ ജീവനും പോകായെന്നു പൃഥ്വിപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വിമണ്ഡലമകന്ന ശുമേൽപോട്ടു പോയാൾ. അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാവം. ലക്ഷ്മണ നിന്നോട് ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവാദയാനിധേ. രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭാപരിത്രാഹി മാം ജഗൽപദേ, കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസാ മഹാസത്വവാരിതേ നാഥാം. ഇത്തരം വിലപിക്കും നേരത്തു ശ്രീക്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്ഷഞ്ചരൻ ചിത്തവേഗന നടന്നിടിനാനത് നേരം. പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു. തന്നുത്തരീയാർത്ഥകണ്ഠം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികെന്ന കതാരിൽ. സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചതു സീതാദേവി മത്തനാം ദക്ഷഞ്ചരൻ അറിഞ്ഞില്ലതും അപ്പോൾ. മുത്തീര്യ തൻ പത്തനം ഗത്വാതൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനനദേശേ. ശുദ്ധഭൂതലേ മഹാശിംശപാ തരുമൂലേ ഹൃദ്യമാരായ നിജ രാക്ഷസ നാരികളെയും നിത്യവും പാലിച്ചു കൊള്ളുന്നുറപ്പിച്ചു തന്റെ വസ്ത്യമുൾപ്പൊക്കു വസിച്ചിടിനാൻ ദശാസനൻ.
ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതു കാലം വസ്ത്രശകേശാദികളും എത്രയും മലിനമായി വസ്ത്രവും കുമ്പിട്ടു സന്തപ്തമാം ചിത്രത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനി ചരകുല നാരികളുടെ മധ്യേ നീഹാര ശീതാതപവാദപീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതാതങ്കം ഉൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യ ജന്മത്തിങ്കലാർക്കില്ലാത്തോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, രുചിയുടെ അക്ഷയ കലവറ, പള്ളിപ്പീടിക ജംഗ്ഷൻ, വെങ്ങല്ലൂർ. എല്ലാ അവസരങ്ങളിലും മികച്ച ഭക്ഷണവും സേവനവുമായി എന്നും നിങ്ങൾക്കൊപ്പം. കാൽനൂറ്റാണ്ടിന്റെ പാരമ്പര്യ സമൃദ്ധിയോടെ ഒരുക്കുന്നു നിങ്ങളുടെ ബജറ്റിൽ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ. വിവാഹം, ടീ പാർട്ടി, ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, എല്ലാ ആഘോഷങ്ങളിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന വെജ് ആൻഡ് നോൺ വെജ് വിഭവങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എത്തിച്ച് സെർവ് ചെയ്യുന്നു. അക്ഷയ കാറ്ററിംഗ്, രുചിയുടെ നിറക്കൂട്ടിന് ഉപഭോക്താക്കൾ നൽകിയ അംഗീകാരങ്ങൾ: മംഗളം രുചിശ്രേഷ്ഠ പുരസ്കാരം 2023, മനുഷ്യാവകാശ കമ്മീഷൻ എക്സലൻസ് അവാർഡ് 2022, ഹ്യൂമൻ റൈറ്റ്സ് എക്സലൻസ് അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടി കാറ്ററിംഗ് മേഖലയിൽ തന്റേതായ കയ്യൊപ്പ് ചേർത്ത് മുന്നേറുന്നു. ഇനി ആരംഭം മുതൽ ആഘോഷങ്ങൾ വിസ്മയങ്ങളാക്കൂ അക്ഷയ കാറ്ററിംഗിനോടൊപ്പം. ഫോൺ 9744406785.